എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1200 ആണ്ട് ധനുമാസത്തിലെ ഫലങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്ത നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പാതിഭാഗവും അടങ്ങിയതാണ് കന്നിക്കൂറ്. 16-12-24 മുതൽ 13-1-25 വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ഇതിൽ കന്നിക്കൂറുകാർക്ക് വളരെ മോശപ്പെട്ട ഒരു സമയമാണ്. ആ മോശം അവസ്ഥയാണ് ഞാൻ വിവരിക്കുന്നത്. നിങ്ങളിത് കംപ്ലീറ്റ് മുഴുവനും നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളിത് മനസ്സിലാക്കണം. സൂര്യൻ ധനുരാശിയിൽ, അതായത് 4-ാം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. സുഖങ്ങൾക്ക് തടസ്സം വരും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ സുഖങ്ങൾക്കും തടസ്സം വരും. രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉള്ളവർക്കത് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. മനസ്സമാധാനം കുറയുന്നു. സൂര്യന് ധനുരാശി ബന്ധുക്ഷേത്രമാകയാൽ പാപത്വം കുറയുന്നു. എന്നാലും ദോഷഫലങ്ങൾ കുറയുന്നില്ല. ചെറിയ രീതിയിലുള്ളൊരു കുറവ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ചൊവ്വ 11-ാം രാശിയായ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ലഭിക്കുമെന്ന് ഒരു 11-ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വിജയം ലഭിക്കും. സൊസൈറ്റി അല്ലെങ്കിൽ സമുദായം അങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കും. ധനലാഭം പ്രതീക്ഷിക്കാം. പക്ഷേ ചൊവ്വ നിൽക്കുന്ന സ്ഥലം മോശമാണ്. കർക്കിടക രാശി ചൊവ്വയ്ക്ക് നീചമാണ്. അതിനാൽ അതും ഫലങ്ങൾ തടയപ്പെടുന്നു. അവിടെയും തോൽവി വരാനുള്ള സാധ്യത കൂടുന്നു. ബുധൻ നിൽക്കുന്നത് 3-ാമത്തെ രാശിയായ വൃശ്ചികം രാശിയിലാണ്. അത് ഗുണഫലങ്ങൾ കിട്ടും. സർക്കാർ ഓഫീസുകളിൽ ഭയം വരുത്തുന്ന തരത്തിലുള്ള നോട്ടീസുകൾ വരേണ്ട സാധ്യതയുണ്ട്. ഇപ്പോൾ സമൻസോ അങ്ങനെയുള്ളത് വരാം. ശത്രുക്കൾ ശല്യം ചെയ്യാൻ ശ്രമിക്കും. ബുധന് വൃശ്ചിക ക്ഷേത്രം സമമാകയാൽ ശുഭത്വം നിലനിൽക്കുന്നു. അതിനാൽ കുറച്ചൊരു കുറവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ദോഷഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും ചെറിയൊരു മനസമാധാനം. 4-1-2025 ബുധൻ ധനുരാശിയിലേക്ക് മാറുന്നു. അതായത് 4-ാമത്തെ രാശിയിലാണ് ബുധൻ വരുന്നത്. അവിടെ ധനലാഭവും കുടുംബത്തിന് അഭിവൃദ്ധിയും എല്ലാം ലഭ്യമാകുന്നു. ബുധന് ധനുരാശി സമക്ഷേത്രമാകയാൽ ശുഭത്വം നിലനിൽക്കുന്നു. കൂടാതെ ആദിത്യ ബുധ സംയോഗം നടക്കുന്നു. ആയതിനാൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ആയതിനാൽ ഈ സർക്കാർ ഓഫീസുകളിൽ നിന്നൊക്കെ ബുധൻ വൃശ്ചികത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഗുണം കിട്ടാൻ ഉള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ കാത്തുരക്ഷിക്കുന്ന സമൻസും മറ്റുള്ള ഭീഷണികളൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വരാണ്ടിരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഗുരു 9-ാം രാശിയായ ഇടവൻ രാശിയിലാണ് ഗുരു സഞ്ചരിക്കുന്നത്. ഏത് വഴിയിലെങ്കിലും ധനം ലഭിക്കാമെന്നും പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വരുമെന്നും പുത്രനില്ലാത്തവർക്ക് പുത്രൻ ലഭിക്കുമെന്നും നമുക്കൊരു പവർ, ആജ്ഞാശക്തിയും സാമർഥ്യവും ലഭിക്കുമെന്നൊക്കെയാണ് ഗുരു 9-ാമത്തെ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് പറയുന്നു. എങ്കിലും പക്ഷേ ഗുരുവിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല. കാരണം ഗുരു നിൽക്കുന്നത് ശത്രുക്ഷേത്രമായാണ് നിൽക്കുന്നത്, ഇടവൻ രാശി. അതുകൊണ്ട് ഇതൊന്നും ലഭിക്കാൻ ഉള്ള സാധ്യത കാണുന്നില്ല. അതും മോശമാണ് കാണുന്നത്. ശുക്രൻ മകരരാശിയിൽ, അതായത് 5-ാം രാശിയിൽ ആണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ധനം പല വഴിക്കും ലഭിക്കാം. പുത്രഭാഗ്യം ലഭിച്ചേക്കാം. മനസ്സിന് സന്തോഷം ലഭിക്കാം. ശുക്രൻ മകരരാശി മിത്രക്ഷേത്രമാകിയാൽ ശുഭത്വം വർദ്ധിക്കുന്നു. ആയതിനാൽ എല്ലാ ഗുണങ്ങളും കിട്ടുന്നു. ഇവിടെ ശുക്രനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നു. അത് ഉറപ്പാണ്. ശുക്രൻ 28-12-2024 കുംഭൻ രാശിയിലേക്ക് ശുക്രൻ മാറുകയാണ്. കുംഭൻ രാശിയിൽ ശനിയാണ് ഇപ്പം നിൽക്കുന്നത്. ശനിയും ശുക്രനും മിത്രക്ഷേത്രങ്ങളാണ്, രണ്ടുപേരും മിത്രങ്ങളാണ്. അതുകൊണ്ട് അനുഭവിക്കേണ്ടിയിരുന്ന, അതായത് ശുക്രൻ 6-ാമത്തെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള ദോഷങ്ങൾ, അതായത് ശത്രു പല രീതിയിൽ ഉപദ്രവിക്കാം, രോഗാരിഷ്ടകൾ വരാം, പല മനപ്രയാസം ഉണ്ടാകാം. എങ്കിലും അതൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അവിടെ ശുക്രനും ശനിയുമായിട്ടുള്ള യോഗം നടക്കുന്നത് കൊണ്ട് ആ ദോഷഫലങ്ങളെ നിർവീര്യമാക്കുന്നു. അതുകൊണ്ട് അത് ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ഇനിയുള്ളത് ശനി 6-ാമത്തെ രാശിയായ കുംഭൻ രാശിയിൽ. ശനീശ്വരന് കുംഭൻ രാശിയാണ്, സ്വന്തം രാശിയാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം തടഞ്ഞ് നിർവീര്യമാക്കുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ പോകുന്നു. ഇനി രാഹു 7-ാമത്തെ രാശിയായ മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അത് വളരെ മോശമാണ്. അതായത് ദൂരത്ത് സഞ്ചരിക്കാൻ, വളരെ ദൂരം സഞ്ചരിക്കാൻ ഇടവരാം. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ദൂരത്തേക്ക് പോകേണ്ട സാഹചര്യം വരാം. മനസ്സിന് ദുഃഖം വരാം. വെറുതെ യാത്ര ചെയ്തിട്ടുള്ള അലച്ചിൽ വരാം. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരാം. ഒരു കാര്യവും നീങ്ങാത്ത രീതിയിൽ മന്ദഗതിയിൽ ഇഴഞ്ഞു നീക്കുന്ന ഒരവസ്ഥ വരാം. രാഹുവിൻ്റെ അവസ്ഥ അതേ തന്നെയാണ് കേതുവിൻ്റെ അവസ്ഥയും. കേതു കന്നിരാശിയിലായത് ജന്മരാശിയിൽ സഞ്ചരിക്കുകയാണ്. രോഗമോ കഷ്ടതകളോ മൂലം ദേഹത്തിന് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പലവിധ രോഗങ്ങളുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മുഴുവനും കേൾക്കണം. കാരണം ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാണ്. കന്നിരാശിക്കാർക്ക് വളരെ മോശപ്പെട്ട സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതിവിധികൾ ഞാൻ പറഞ്ഞു തരാം.
ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. അതാത് കാലത്തെ മോശാവസ്ഥയെയും ഗുണാവസ്ഥയെയും സൂചിപ്പിക്കുന്നു. മുൻകൂട്ടി അവസ്ഥകളെ നമ്മെ അറിയിക്കുന്നു. അതാണ് ഗ്രഹങ്ങളുടെ ജോലി. മോശാവസ്ഥയെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ സൂര്യനും ചൊവ്വയും ഗുരുവും രാഹുവും കേതുവും എല്ലാം മോശഫലങ്ങളാണ് തരുന്നത്. അതായത് 5 ഗ്രഹങ്ങൾ മോശഫലങ്ങളാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഭാഗവും മോശമാണ് നമുക്ക് കിട്ടേണ്ടത് ഈ കന്നിക്കൂറുകാർക്ക്. അതുകൊണ്ട് നിങ്ങൾ ശിവഭഗവാനെയും ഷൺമുഖ ഭഗവാനെയും മഹാവിഷ്ണുവിനെയും ഗണപതി ഭഗവാനെയും ദുർഗാദേവിയെയും നിങ്ങൾ ആരാധിക്കുക. ഇനി മഹാഗണപതി ഭഗവാനെ ശരണം പ്രാപിക്കുക. വിഘ്നവിനാശകനായ ഭഗവാൻ ഈ ദുരിതമെല്ലാം മാറ്റി നന്മകൾ നിങ്ങൾക്ക് തരുന്നു, തീർച്ചയായിട്ടും ലഭിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയ്ക്ക് ജാതക പരിശോധന കൂടി നടത്തിയാലേ ഈ ഫലങ്ങളെല്ലാം കൃത്യത നമുക്ക് പറയാൻ പറ്റൂ. ഇത് സാമാന്യ ഫലങ്ങളാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രത്നധാരണത്തിനോ രുദ്രാക്ഷധാരണത്തിനോ ഉള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് മാറുന്നതിന് നിങ്ങൾ എന്നെ ഫോണിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.